ഇ.പി. ജയരാജനെ എൽ.ഡി.എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പ്രവർത്തന രംഗത്തെ പോരായ്മ കൊണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ഇ.പിയുടെ പ്രവർത്തനത്തിൽ നേരത്തെ പോരായ്മയുണ്ടായിരുന്നു. പോരായ്മ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമം നടത്തി. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കിയെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഈ വിശദീകരണം എവിടെയാണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? അനുജ, CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴാണ് എം.വി. ഗോവിന്ദൻ ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട നടപടിയുടെ കാര്യത്തിൽ വിശദീകരണം നടത്തിയത്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്ന ചർച്ചയിലെ വിമർശനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുള്ള മറുപടിയിൽ ഇ.പി. ജയരാജന്റെ വിഷയവും പ്രതികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിനുള്ള വിശദീകരണം എന്ന നിലയ്ക്കാണ് ഇ.പി. ജയരാജനെ എൽ.ഡി.എഫ് കൺവീനർ സ്ഥാനത്ത് മാറ്റിയത് പ്രവർത്തനത്തിലെ പോരായ്മ കൊണ്ടാണ് എന്ന് വിശദീകരിച്ചത്. പ്രവർത്തന രംഗത്ത് നേരത്തെ പോരായ്മ കണ്ടിരുന്നു. എന്നാൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഇടപെടലാണ് സംസ്ഥാന നേതൃത്വം നടത്തിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പോരായ്മകൾ ഉണ്ടായി. ഈ പ്രവർത്തനത്തിലെ പോരായ്മകൾ പരിഗണിച്ചാണ് ഇ.പി. ജയരാജനെ എൽ.ഡി.എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്നാണ് എം.വി. ഗോവിന്ദൻ ഈ ജില്ലാ സമ്മേളന പ്രതിനിധികളോട് വിശദീകരിച്ചത്. നേരത്തെ പരസ്യമായി CPM പറഞ്ഞുകൊണ്ടിരുന്നത് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഒരു സംഘടനാ നടപടിയല്ലെന്നാണ്. എന്നാൽ നടപടിക്ക് തുല്യമായ ഒരു ഇടപെടലാണ് ഇ.പിയുടെ കാര്യത്തിൽ ഉണ്ടായതെന്ന് വ്യക്തമാക്കുകയാണ് പാർട്ടി ഫോറത്തിൽ എം.വി. ഗോവിന്ദൻ. അതിൽ ഈ പ്രവർത്തന രംഗത്തെ പോരായ്മ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാക്കിയ വിവാദം, പ്രത്യേകിച്ച് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച, അതും ഇതിന് കാരണമായിട്ടുണ്ട് എന്നതാണോ വിശദീകരണം? ശ്രീജിത്ത്. അനുജ, തീർച്ചയായും പ്രവർത്തന രംഗത്തെ പോരായ്മ എന്നതുകൊണ്ട് ഈ എം.വി. ഗോവിന്ദൻ ഉദ്ദേശിക്കുന്നത്, എം.വി. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം നിരന്തരം പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു രീതി ഇ.പി. ജയരാജൻ സ്വീകരിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയിലും പങ്കെടുക്കാതെ മാറുന്നു എന്ന് മാത്രമല്ല, എൽ.ഡി.എഫ് കൺവീനർ എന്നതിൽ അദ്ദേഹം എൽ.ഡി.എഫ് യോഗത്തിൽ നിന്ന് പോലും മാറി നിൽക്കുന്നു, എൽ.ഡി.എഫിന്റെ ക്യാമ്പയിനുകളിലും മാറി നിന്നിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് ദിനം ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള പ്രതികരണമുണ്ടായി. അതിനു മുമ്പ് കേരളത്തിൽ BJP സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന 5 പേർ മികച്ചവരാണെന്ന് പ്രസ്താവന നടത്തി. ഈ രണ്ട് കാര്യങ്ങളിലും CPI അടക്കമുള്ള ഘടകകക്ഷികൾ പരസ്യമായി തന്നെ വിയോജിച്ചിരുന്നു. മുഖ്യമന്ത്രി ഇ.പിയെ തിരുത്തിയിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് എൽ.ഡി.എഫ് കൺവീനർ സ്ഥാനത്ത് ഇ.പി. ജയരാജനെ എൽ.ഡി.എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പ്രവർത്തന രംഗത്തെ പോരായ്മ കൊണ്ട് എന്നതാണ് ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം. നേരത്തെ തന്നെ പോരായ്മയുണ്ടായിരുന്നു, അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമം നടത്തി. ഒപ്പം വിവാദങ്ങൾ കൂടി ഈ പുറത്താക്കലിന് വഴിവെച്ചു എന്നതാണ് എം.വി. ഗോവിന്ദന്റെ വിശദീകരണം.